ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമുക്കിപ്പോൾ 8 STS ക്രെയിൻ്റെ ബോംബ് ഉയർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട MSC അന്ന, അതായത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഷിപ്പ് MSC അന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ 3 ടഗ് ബോട്ടുകൾ കാണാൻ സാധിക്കും. 4 ടഗ് ബോട്ടുകൾ. ഡോൾഫിൻ 35, ഡോൾഫിൻ 27, 28 ആൻഡ് ഓഷ്യൻ പ്രസ്റ്റീജ്. ഈ 3 ടഗ് ബോട്ടിൽ, മെയിൻ ആയിട്ടുള്ള 3 ടഗ് ബോട്ടിൽ ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം നമ്മൾ ഈ കണ്ട ബെർത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ MSC അന്നേനെ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ഭാഗത്തേക്ക് പുള്ളി ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഏതാണ്ട് 400 മീറ്റർ, 399.98 മീറ്റർ, അതായത് 400 മീറ്റർ അടുത്ത് വലിപ്പമുള്ള MSC അന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സൈഡിൽ നിന്നും ബെർത്തിന്റെ സൈഡിൽ നിന്നും ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് പുള്ളി ചെയ്യുന്ന ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ MSC അന്നയുടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 12.3 ആണ്. പോർട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ 14.8 മീറ്റർ ആയിരുന്നു. അതിന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറാണ് MSC അന്നയിൽ നിന്നും അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ MSC അന്ന വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനം ബെർത്തിന്റെ പോർഷനിൽ നിന്നും പുള്ളി ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്തതിനു ശേഷം MSC അന്നനെ ബ്രേക്ക് വാട്ടർ സൈഡിലേക്ക് മാറ്റുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇത്രയും വലിയൊരു ഷിപ്പ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പ് കുറച്ചുകൂടി ഉയർന്നിരിക്കുന്നു. കാരണം നിലവിലെ ഡ്രാഫ്റ്റ് 12.5 ആണ്. വന്ന സമയത്ത് 14.8 മീറ്റർ ആയിരിക്കുന്നു. എന്നാലും വലിയ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നു പോകുന്നതിന്റെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനത്തിലാണ് നമ്മൾ ഈ കണ്ട ബെർത്തിന്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും ഇപ്പോൾ നീങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ബെർത്തിന്റെ പോർഷനിൽ നിന്നും വളരെ സാവധാനം MSC അന്ന നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 3 ടഗ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 35, 28, 27 ആൻഡ് ഓഷ്യൻ പ്രസ്റ്റീജ്, അങ്ങനെ 4 ടഗ് ബോട്ടുകൾ. അതിൽ 3 ടഗ് ബോട്ടുകളാണ് ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം വളരെ സാവധാനം നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ പോർഷനിൽ നിന്നും MSC അന്നേനെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സ്ഥലത്തേക്ക്, ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്കാണ് നീക്കുന്നത്. ബ്രേക്ക് വാട്ടർ, നമ്മൾ ഈ ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 950 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അതിനാൽ എത്ര വലിയ ഷിപ്പിനും ഇവിടെ അനായാസന തിരിഞ്ഞ് ബെർത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് എന്ന വിശേഷണവും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന് സ്വന്തം തന്നെയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തന്നെയാണ്. ആ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലാണ് MSC അന്ന, നമ്മുടെ 400 മീറ്റർ നീളമുള്ള MSC അന്ന വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ ഭാഗത്തു നിന്നും ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. 3 ടഗ് ബോട്ടുകളാണ് ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുള്ളത്. ഓഷ്യൻ പ്രസ്റ്റീജ് ടൈ ചെയ്തിട്ടില്ല. 3 ടഗ് ബോട്ടുകളുടെ പ്രഷർ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന, അല്ലെങ്കിൽ പുള്ള് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ ഭാഗത്തു നിന്നും ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്ക് MSC അന്ന വളരെ സാവധാനം നീങ്ങുന്ന ഒരു അപൂർവ കാഴ്ച തന്നെ എന്ന് പറയാം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ MSC അന്നയും MSC അന്നയുടെ IMO നമ്പർ സഹിതം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. അത്രയ്ക്ക് അടുത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ സാവധാനമാണ് MSC അന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ബെർത്തിന്റെ ഭാഗത്തു നിന്ന് ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്ന വളരെ മനോഹരമായ വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഹെവി റോപ്പ് ടൈ ചെയ്ത ടഗ്നെയും നമുക്കിവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തന്നെയാണ് നമ്മുടെ MSC അന്ന എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ മാറ്റിയ സമയത്ത് തന്നെ ഞാൻ ഓടിയെത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. MSC അന്ന പോവുകയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് 15ാമത്തെ ഷിപ്പാണ് MSC അന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് എത്തിയിരുന്നത്. 2 ദിവസത്തോളം വിഴിഞ്ഞം സീപോർട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് MSC അന്ന പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ബെർത്തിന്റെ ഭാഗത്തുനിന്നും വളരെയധികം നീങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നു.
പോർട്ടിലേക്ക് MSC അന്ന വന്ന സമയത്ത് പോർട്ടിനകത്ത് നിന്ന് ബർത്ത് ചെയ്യുന്ന കറങ്ങി, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 360 ഡിഗ്രിയിൽ കറങ്ങി ബർത്ത് ചെയ്യുന്ന കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു MSC അന്ന നമുക്ക് നൽകിയത്. അതിനുശേഷം MSC അന്ന ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് പോകുന്നതാണ്. വളരെ സാവധാനമാണ് MSC അന്ന നീങ്ങുന്നത്. ഇതിനുശേഷം MSC അന്ന പോയതിനു ശേഷം MSC പലേമോ എന്ന് പറയുന്ന ഷിപ്പ്, അതും വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഈ വർഷം ഇറക്കിയ അല്ലെങ്കിൽ ഈ വർഷം വന്ന ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേമോ. അതും വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതിനായിട്ട് ഒരു ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. MSC അന്ന പോയതിനു ശേഷമായിരിക്കും ആ കപ്പൽ ഉടൻ തന്നെ പോർട്ടിനകത്ത് പ്രവേശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഷിപ്പിന്റെ ഡ്രാഫ്റ്റും ഏതാണ്ട് 14.34 ആണ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, നമുക്ക് നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ MSC അന്ന പോർട്ടിനകത്ത് പ്രവേശിച്ചപ്പോൾ 14.8 മീറ്ററും ഇപ്പോൾ നിലവിൽ പോകുന്ന 12.3 മീറ്റർ ഡ്രാഫ്റ്റോടെ കൂടി തന്നെയാണ്. അതായത് ഏതാണ്ട് 2.5 മീറ്റർ ഡ്രാഫ്റ്റ് MSC അന്നയ്ക്ക് കുറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം നമ്മൾ ഈ കാണുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് ധാരാളം കണ്ടെയ്നറുകളാണ് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ യാർഡ് പോർഷനിൽ കാണാൻ സാധിക്കുന്നത്. MSC അന്നയും ധാരാളം കണ്ടെയ്നർ അൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഡ്രാഫ്റ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ 3 ടഗ് ബോട്ടുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSC അന്നയും ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്ക് നീങ്ങി വന്നതും നമുക്ക് കാണാൻ സാധിക്കും. IMO നമ്പർ വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. 9777-204. നമ്മൾ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എപ്പോഴും IMO നമ്പർ പറയാറുണ്ട്. ആ IMO നമ്പർ വളരെ വ്യക്തമായിട്ട് കാണുന്ന വിധത്തിലാണ്. MSC അന്നയുടെ അടുത്ത് തന്നെയാണ് ഞാനുള്ളത്. വലിയൊരു കൂറ്റൻ ഷിപ്പ് തന്നെയാണ് നമ്മുടെ MSCയുടെ അന്ന എന്ന് പറയുന്ന ഷിപ്പ്. ഇതുവരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നതിൽ വെച്ച് നീള കൂടുതലുള്ള ഷിപ്പ് തന്നെയാണ് MSC അന്ന. പക്ഷേ MSC ക്ലൗഡ് ജെറാർഡിനാവട്ടെ MSC അന്നയുടെ അത്ര നീളം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് എന്ന് ചോദിച്ചാൽ അത് MSC ക്ലൗഡ് ജെറാർഡ് തന്നെയാണ്. കാരണം കണ്ടെയ്നർ കപ്പാസിറ്റി ഏതാണ്ട് 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളപ്പോൾ നമ്മുടെ MSC അന്നയാവട്ടെ 19,137 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് MSC അന്നയ്ക്കുള്ളത്. കാരണം MSC അന്നയുടെ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ബീം ഏതാണ്ട് 58 ആണ്. നമ്മുടെ 58 മീറ്റർ ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ക്ലൗഡ് ജെറാർഡ് ആവട്ടെ 61.5 മീറ്റർ ആണ്. നല്ല വ്യത്യാസമുണ്ട് ബീമിന്റെ കാര്യത്തിൽ. അതിനാൽ കണ്ടെയ്നർ കപ്പാസിറ്റി MSC അന്നയ്ക്ക് കുറവാണ്. 2016 നിർമ്മിച്ച ഷിപ്പാണ് MSC അന്ന. 1/12/2016 നിർമ്മിച്ച ഷിപ്പാണ് MSC അന്ന. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ബർത്തും നമ്മുടെ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ ഇടയ്ക്ക് MSC അന്ന എത്തിയിരിക്കുന്നു. ഇപ്പോൾ MSC അന്ന ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ MSC അന്ന പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് MSC അന്ന ഇപ്പോൾ. അതുമാത്രമല്ല ഹെവി റോപ്പ് ചെയ്ത ടഗ് ബോട്ടുകളുടെ സഹായവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് പല ഷിപ്പുകളും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. എന്നാലും 400 മീറ്ററോളം നീളമുള്ള ഇത്രയും വലിയൊരു ഷിപ്പ് കാണാൻ വളരെ മനോഹരം തന്നെയാണ്. വിഴിഞ്ഞം സീപോർട്ടിൽ നിന്നും വളരെ അനായാസേന പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. റോപ്പ് റിലീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ടഗ് ബോട്ടുകൾ MSC അന്നയുടെ അടുത്ത് വരുന്നവ കാണാൻ സാധിക്കും. എല്ലാ ടഗ് ബോട്ടിലും ഹെവി റോപ്പുകൾ ടൈ ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നിലേട്ടുള്ള കുതിപ്പ് തന്നെയാണ് MSC അന്നയുടേത്. കാരണം ഇപ്പോൾ ഡ്രാഫ്റ്റ് 12.3 ആണ് MSC അന്നയുടേത്. 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ഖൈലയും 16.7 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ക്ലൗഡ് ജെറാർഡിട്ടും വളരെ അനായാസേന പോയ പോർട്ടിലാണ് MSC അന്നയും വന്നിട്ടുള്ളത്. അതിനാൽ വളരെ അനായാസേന വിഴിഞ്ഞം പോർട്ടിൽ നിന്നും വളരെ വേഗം പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. MSC അന്ന ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. വളരെ സാവധാനം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും മുന്നേക്ക് പോകുന്ന MSC അന്ന കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ്
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് MSC അന്ന. ഇതാ നമുക്ക് ഹെവി റോപ്പ് ടൈ ചെയ്ത ടഗ് ബോട്ടുകളെയും നമുക്ക് കാണാൻ സാധിക്കും. MSC അന്ന വളരെ സാവധാനത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഡ്രാഫ്റ്റ് കുറഞ്ഞപ്പോൾ MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങിന്റെ അതുവരെയായിരുന്നു നിലവിൽ ഷിപ്പ് വരുന്നുപോലുള്ള ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ഏതാണ്ട് 2.5 മീറ്ററോളം കുറഞ്ഞപ്പോൾ നമുക്ക് MSC അന്നയുടെ നമ്മൾ ഈ കാരണം പ്രൊപ്പറിലിരിക്കുന്ന ഭാഗം കുറച്ച് കാണാൻ സാധിക്കുന്നു. MSC അന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഏകദേശം 400 മീറ്റർ നീളമുള്ള MSC അന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്നപ്പോൾ ഒരു വാർത്ത തന്നെയായിരുന്നു. ആ MSC അന്ന കൊളംബോ പോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലുള്ള ധാരാളം മദർഷിപ്പുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. കാരണം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന് ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് തന്നെയാണ്. ഏകദേശം നാച്ചുറൽ ഡെപ്ത് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ആഴം തന്നെ 18 മീറ്ററോളം നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ പല ഭാഗത്തും നാച്ചുറൽ ഉണ്ടെങ്കിലും അത് ട്രെഡ്ജ് ചെയ്ത് 20 മുതൽ 22 മീറ്റർ വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കപ്പൽ നിൽക്കുന്ന സ്ഥലത്ത് 18 മുതൽ 22 മീറ്ററിന് ഇടയ്ക്ക് ആഴം ഉറപ്പായിട്ടുണ്ട്. അതിനാൽ എത്ര വലിയ ഷിപ്പ് വന്നാലും വളരെ അനായാസേന നമ്മുടെ പോർട്ടിൽ വന്ന് തിരിഞ്ഞ് ബർത്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ MSC അന്ന നമ്മുടെ പോർട്ടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ 15ാമത്തെ ഷിപ്പും നമ്മുടെ പോർട്ടിനോട് വിട പറഞ്ഞ് കൊളംബോ പോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യം. ഈ MSC അന്ന പോയതിനു ശേഷം MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. 2 ദിവസമായിട്ട് MSC പലേർമോ പുറത്ത് തന്നെയാണ്. അതും വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. MSC ഡയലയും MSC ഓറിയോണ് MSC കൈലി പോലെ വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. MSC പലേർമോ സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC പലേർമോ വരുന്നത്. അല്ലെങ്കിൽ പോർട്ടിന്റെ പുറത്ത് ഇപ്പോൾ ആങ്കറിങ്ങിലുള്ളത് ആ ഷിപ്പ് ഇപ്പോൾ പോർട്ടിനകത്ത് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെ MSC അന്ന വിഴിഞ്ഞം സീപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. MSC അന്നയുടെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 12.3 മീറ്ററാണ്. 14.8 മീറ്റർ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് MSC അന്ന കടന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ 12.3 മീറ്റർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം സീപോർട്ടിന്റെ യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറുകളാണ് അൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് ധാരാളം ഫീഡർ വെസലുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പോർട്ടിന്റെ അല്ലെങ്കിൽ യാർഡിന്റെ പല ഭാഗത്തും 5 നിരയിൽ അല്ലെങ്കിൽ 6 നിരയുണ്ടോ സംശയമുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒന്നിന് മേളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ കണ്ടെയ്നറെല്ലാം ഇവിടെ നിരയായി നിരത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ MSC അന്ന വളരെ ദൂരം എത്തിയിരിക്കുന്നു. MSC അന്ന വിഴിഞ്ഞം പോർട്ടിന്റെ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നു. MSC അന്ന വിഴിഞ്ഞത്തോട് വിട പറഞ്ഞ് കൊളംബോ പോർട്ടിലേക്ക് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ MSC അന്നയ്ക്കൊപ്പം പോകുന്നത് എനിക്ക് തോന്നുന്നു 2 ടെക് ബോട്ടുകൾ, അതായത് 2 ടെക് ബോട്ടുകളാണ് നമ്മുടെ ഈ പൈലറ്റിനെ കൊണ്ടുപോകുന്ന നമ്മുടെ ഡോൾഫിൻ 35 ഓഷ്യൻ പ്രസ്റ്റീജ്, പിന്നെ ഉള്ളത് ഡോൾഫിൻ 27. അങ്ങനെ 3 ടെക് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഒരു ടെക് ബോട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ 2 ടെക് ബോട്ടുള്ള അകമ്പടിയോടെയാണ് MSC അന്ന പോർട്ടിന് പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ തന്നെ MSC പലേർമോ പോർട്ടിനകത്ത് പ്രവേശിക്കും. വളരെ പുതിയ ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. നമ്മൾ ഈ കാണുന്ന നമ്മുടെ പോകുന്ന ചെറിയ ലോറികൾ, നമ്മൾ ഈ കണ്ട ബ്രേക്ക് വാട്ടറിന്റെ സെന്ററിലൂടെയുള്ള 10 മീറ്റർ റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ ദൂരെയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെയിനുള്ളത്. നമ്മളെ വീഡിയോ അപ്ഡേഷൻ, പോർട്ടിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് നടക്കുന്നതിനായിട്ട് ധാരാളം ലോറികളാണ് ഈ നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻട്രലിലുള്ള 10 മീറ്റർ റോഡിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്യുപ്മെൻസും ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ 3 ടെക് ബോട്ടുകൾ MSC അന്നയോടൊപ്പം പോകും നമുക്ക് കാണാൻ സാധിക്കും. MSC അന്ന ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.